കേരളത്തിൻ്റെ നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രി സത്യം പറയണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യം. പക്ഷേ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് ശേഷവും അല്ലെങ്കിൽ ആകുന്നതിന് മുമ്പും ഒക്കെ തന്നെ അദ്ദേഹം നിരവധി നുണകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ ഒരു അർദ്ധസത്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പച്ചക്കള്ളമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട വി ഡി സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം നമ്മളോട് പറഞ്ഞേക്കുന്നത്. അത് നിയമസഭയിലാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ യഥാർത്ഥത്തിൽ എത്ര വസ്തുതാവിരുദ്ധമാണ്, എത്ര കള്ളമാണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ മാത്രമല്ല നിങ്ങളും, അതായത് പ്രതിപക്ഷവും തന്നെ നികുതി കുറച്ച് കൊടുത്തിട്ടുണ്ട് വൻകിട കമ്പനികൾക്ക് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം നികുതി എന്തിന് കുറച്ച് കൊടുത്തു ബെക്കാഡി കമ്പനികൾക്ക്, അവരുടെ ബെക്കാഡി ബ്രിസ എന്ന് പറയുന്ന അവരുടെ ഉൽപ്പന്നത്തിന് എന്തിനാണ് നികുതി കുറച്ച് കൊടുത്തത്? 20% അല്ലെങ്കിൽ എത്ര സ്പിരിറ്റ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന എത്ര ശതമാനമാണെങ്കിൽ പോലും അതിന് 251% നികുതി ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ഒരു അപേക്ഷ 2018 ഫെബ്രുവരിയിൽ തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിന് കിട്ടിയിരുന്നു, 2023 ഫെബ്രുവരിയിൽ തന്നെ. പക്ഷേ അന്ന് ഭരിച്ചിരുന്ന പിണറായി സർക്കാർ 3 കൊല്ലമായിട്ട് ഒരു നടപടികളും എടുത്തില്ല. പക്ഷേ എന്തിനാണ് ഇദ്ദേഹം ഇത്ര തിടുക്കപ്പെട്ട് ഒരു നികുതി കുറച്ച് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം നിരവധി കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതിനെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും ആദ്യത്തെ കള്ളം എന്ന് പറയുന്നത്, പിണറായി വിജയനോട് പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര കിട്ടി, ശിവാ ശ്രീകളുടെയും ജോണി വാക്കറിൻ്റെയും ഒക്കെ എത്ര കിട്ടി, കാരണം അവരുടെ ടാക്സ് 78% ആയിരുന്നില്ലേ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ അറിയേണ്ടത്, ഇന്ത്യക്ക് 2 തരത്തിലുള്ള ഫോറിൻ ലിക്കറുണ്ട്. ഒന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറുണ്ട്, കൂടാതെ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറുണ്ട്. അപ്പോൾ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനാണ് 78% ടാക്സ് കൊടുത്തിരുന്നത്. അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പിണറായി സർക്കാർ അങ്ങനെ ടാക്സ് നിജപ്പെടുത്തിയതാണ്. ഇത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഇത് 78% അദ്ദേഹം പുതിയ ബെക്കാഡിക്ക് പോലും കൊടുത്തേക്കണത് 120 175% ഇടക്കാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ 2018 വരെ ഈ പറയുന്ന ഫോറിൻ ലിക്കർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരം തന്നെ മറ്റുള്ളവർക്കായിരുന്നു. പക്ഷെ അത് കേരള ഗവൺമെൻറ് നേരിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. മറ്റാർക്കും തന്നെ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു 2018 ശേഷം, അതായത് 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം. അപ്പോൾ ഇതിൻ്റെ ടാക്സ് തീരുമാനിച്ചത് 78 മുതൽ 120% വരെയുള്ള ടാക്സുകളാണ് തീരുമാനിച്ചത് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഇങ്ങനെ ടാക്സ് തീരുമാനിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പ്രിയപ്പെട്ട വി ഡി സതീശൻ വെറുതെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ച് കള്ളം പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശീലം പോലെ തന്നെ. അപ്പോൾ അതൊന്നിപ്പോൾ ഒഴിവാക്കാനൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ശീലത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ കള്ളത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ബൗക്കോ അടക്കമുള്ള ഗവൺമെൻറ് കമ്പനികളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഇങ്ങോട്ട് ഇത് ഇറക്കുമതി ചെയ്യുന്നത്. അതായത് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വൽ, അത് ശിവാശ്രീകളായാലെങ്കിലും അല്ലെങ്കിൽ ജോണി വാക്കർ ആണെങ്കിലും ഒക്കെ തന്നെ ഇറക്കുമതി ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനെ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് എക്സൈസ് തീരുവ തന്നെ 152% എക്സൈസ് തീരുവയുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 152% എക്സൈസ് തീരുവയുണ്ട്. അപ്പോൾ ആ 152%-നോടൊപ്പം ഈ 78% ഏറ്റവും കുറഞ്ഞത് കൂടി കൂട്ടിയാൽ നിങ്ങൾ അറിയേണ്ടത് 230% വരും. അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് 230%-ൽ താഴെ 210%-ഓളം മാത്രമേ ഈ കേരളത്തിലെ ലിക്കറുകൾക്ക് ടാക്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് വർദ്ധിപ്പിച്ചാണ് 251 ആക്കിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ശരിക്കും പറഞ്ഞാൽ എക്സൈസ് തീരുവയും ഇതും കൂടി കൂട്ടുമ്പോൾ 230 വരും. ഇനി 120 ഇട്ടാണ് കൂട്ടണമെങ്കിൽ ഏതാണ്ട് 272-300%-ൽ താഴെയുള്ള ടാക്സുകളിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ വലിയ ടാക്സാണ് അതിൻ്റെ പുറത്ത് ടോട്ടലി ഈടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ എക്സൈസ് തീരുവ പി ഡി സതീശൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം മനഃപൂർവ്വം അത് മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പണിയാണ് നടത്തുന്നത് എന്നുള്ളതാണ് വാസ്തവമുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ടാക്സ് എന്ന് പറയുന്നത് അതിന് ഏതാണ്ട് സാധാരണ ലിക്കറിനേക്കാൾ കൂടുതലായിരുന്നു ടോട്ടലി വെച്ച് നോക്കിയാൽ. ഇനി അടുത്ത സംഭവം എന്താ? അടുത്ത സംഭവം, ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതൊരു $1 മില്യൺ ചോദ്യമാണ്. പക്ഷേ അതിനേക്കാൾ മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് ഇനിയിപ്പോൾ ടാക്സ് ഏർപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. അതെന്താ പ്രശ്നം എന്നറിയോ നിങ്ങൾക്ക്? അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ടാക്സ് ഉണ്ട് ഓൾറെഡി, പക്ഷേ എങ്കിൽ പോലും അത് ഏർപ്പെടുത്തിയില്ലെങ്കിലും പ്രശ്നമില്ലെന്ന് പറയാൻ കാര്യം, അത് ഗവൺമെൻറ് കമ്പനികളാണ് ഇറക്കുന്നത്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർ തന്നെയാണ്, അവരാണ് മറ്റുള്ളവർക്കൊക്കെ തന്നെ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ലാഭം കിട്ടാൻ പോകുന്നത്, ഇനി ടാക്സ് കുറച്ചാൽ ആ ലാഭം കിട്ടുമെങ്കിൽ ആ ലാഭം കിട്ടാൻ പോകുന്നത് ബവറേജസ് കോർപ്പറേഷൻ ബൗക്കോക്കൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ആ ലാഭം പുറത്തെങ്ങും പോകുന്നില്ല. അപ്പം ഗവൺമെൻറ്റിന് ടാക്സ് കുറച്ച്, കേരള ഗവൺമെൻറ് തന്നെ ടാക്സ് കുറച്ച് അത് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വേറെ അതിശയോക്തിപരമായിട്ടുള്ളൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഭവം എന്താണ്?
ബെക്കാഡി എന്ന് പറയുന്ന 43,000 കോടി രൂപയിലധികം ഒരു കൊല്ലത്തെ വിറ്റുവരവുള്ള ഇന്ത്യയിൽ നിന്ന് 3,500 കോടിക്കടുത്ത് വിറ്റുവരവുള്ള ഒരു സ്ഥാപനത്തിന് നിങ്ങളിത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്തിനു കൊടുത്തു? അതുപോലെയല്ലല്ലോ ഗവൺമെൻറ് കൊടുത്ത് ഗവൺമെൻറ് തന്നെയാണ് വിൽക്കുന്നത്, ഒരു പ്രൈവറ്റ് പാർട്ടി വിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് ലാഭം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മറച്ചു വെച്ചുകൊണ്ട്, ഈ രണ്ട് കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ വി ഡി സതീശൻ തകർത്തു, വി ഡി സതീശൻ്റെ മാസ് പ്രകടനമാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താൻ വേണ്ടിയിട്ട് ചില ഈ പറയുന്ന പോലെ വി ഡി മീഡിയകളും, അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വി ഡി സതീശന് വേണ്ടി സതീശൻ മേനോൻ ഭജൻസ് എന്ന് പറയുന്ന സംഘത്തിലെ ആളുകളൊക്കെ തയ്യാറാകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം, ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്, അങ്ങേറ്റം തെറ്റാണ്. ഇനി അടുത്തത് അദ്ദേഹം പറഞ്ഞ കള്ളം എന്താണെന്ന് വെച്ചാൽ, കള്ളമല്ല, അതിൻ്റെ പുറത്ത് വാസ്തവമുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു പൂഴിക്കടകൻ പ്രയോഗിക്കുകയാണ്. അത് നമ്മുടെയൊക്കെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഈ പറയുന്ന നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ തന്നെ ഇവരൊക്കെ തന്നെ വന്ന്, അതായത് 1-2 കമ്പനികളൊക്കെ തന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും ബെക്കാഡി അടക്കമുള്ള ആളുകൾ വന്ന് കമ്പനി വന്ന് കണ്ടിട്ടുണ്ട്. കമ്പനി വന്ന് കാണും, അവരുടെ ആവശ്യങ്ങൾ പറയും, പക്ഷെ അത് നടത്തിക്കൊടുത്തോ ഇല്ല എന്നുള്ളതാണല്ലോ പ്രധാനം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ മന്ത്രിയായിരുന്നപ്പോൾ അത് നടത്തിക്കൊടുത്തില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം ഭരിച്ച ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തിക്കൊടുത്തില്ല. അതിനുശേഷം അദ്ദേഹം പോയതിനു ശേഷം വേറെ മന്ത്രി വന്നിരുന്നു, അന്നേരവും ഇത് നടത്തിക്കൊടുത്തില്ല. അങ്ങനെ ഒരു കാരണവശാലും ഇത് നടത്തിക്കൊടുത്തില്ല എന്നുള്ളതിലാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം വി ഡി സതീശൻ്റെ കാര്യത്തിൽ ശരവേഗത്തിൽ ഫയലുകൾ പോയിക്കൊണ്ടാണ് ഈ പരിപാടി നടപ്പിലാക്കിയത്. അതിലും അദ്ദേഹം അടുത്തൊരു കള്ളം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം അടുത്ത കള്ളം പറയുന്നത്, ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ടാക്സൊക്കെ തീരുമാനിക്കുന്നത് ധൃതി പിടിച്ചല്ലേ, തലേദിവസമല്ലേ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ തവണ ബഡ്ജറ്റിന് അദ്ദേഹത്തിന് കുറച്ച് സമയമേ കിട്ടിയുള്ളൂ, അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം അധികാരത്തിലേറുന്നത് മെയ് 19-നാണ്. മെയ് 19-ന് നമുക്കറിയാം സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസമാണ്. അതിനുശേഷമുള്ള ഗവർണറുടെ വിരുന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ദിവസം അങ്ങോട്ട് പോയി കിട്ടി. ആ പോയി കിട്ടിയതിന് ശേഷമുള്ള ഒരൊറ്റ ദിവസം, അതായത് പിറ്റേ ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ ആ ഫയൽ ഉണർന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോഴേക്കും മെയ് 21-ന് ഈ ഫയൽ മുഖ്യമന്ത്രിയുടെ സമക്ഷത്തേക്ക് എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടല്ലേ 5000-ഓളം വരുന്ന ഫയലുകൾ അവിടെ കെട്ടിക്കിടക്കുന്ന സെക്രട്ടേറിയറ്റിൽ ഈ ഫയലിൽ ജീവൻ വെക്കുന്നത്. എന്നിട്ട് 2.5 മണിക്കൂർ കൊണ്ട് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നു. ഒരു ദിവസം ജൂൺ 14-ന് അദ്ദേഹം രാത്രി 12 മണിക്ക് ഇത് സൈൻ ചെയ്യുന്നു, രാത്രി 10:12-ന് ഇത് സൈൻ ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ അറിയേണ്ടത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഇത് 8:45-ന് രാവിലെ സൈൻ ചെയ്യുന്നു. ജൂൺ 19-ന് ഇളവുകൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതേ വേഗത്തിലാണോ സതീശ ഈ പറയുന്ന പോലെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ഇതുപോലെ എല്ലാ ഫയലുകളും നീങ്ങുന്നുണ്ടോ? വി ഡി സതീശൻ മുഖ്യമന്ത്രി അങ്ങനെ നീങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ പറയുന്ന യഥാർത്ഥത്തിൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട്, UDF അധികാരത്തിലേക്ക് വന്നാൽ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ പുനരധിവാസത്തിനാണെന്ന്. ആ ഫയലിൻ്റെ കാര്യം എന്തായി? അവിടെ പണി നടത്ത് തീർത്തോ നിങ്ങൾ? ബാക്കിയുള്ള എല്ലാവർക്കും ഒരു മാസത്തിനകം തീർക്കാമെന്നാണല്ലോ ഈ പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റി പറഞ്ഞേക്കണത്. നിങ്ങൾ അതിൻ്റെ പുറത്ത് എന്ത് നടപടിയെടുത്തു? ഇനി അത് പോട്ടെ, ഇതെല്ലാം പോട്ടെ, നിങ്ങൾ കൊടുത്തൊരു വാക്കുണ്ടല്ലോ, കോൺഗ്രസ് അവിടെ വീട് പണിത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ എവിടെയുണ്ട്? ആ കോൺഗ്രസ് വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ പാവങ്ങൾ മഴയത്തും വെയിലത്തും ഇപ്പോൾ വാടക വീടുകളിൽ കഴിയുകയാണ്. അവിടെ ഒരു കല്ലിട്ടിട്ട് പോന്നു, ഒരു ഡെമോ വീട്, ഒരൊറ്റ വീട് പണിയാനുള്ള പെർമിഷൻ മേടിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു ചിരട്ടയിൽ ഈ പറഞ്ഞ പോലെ ചരലെങ്കിലും എടുത്ത് നിങ്ങൾ അവിടെ ഇട്ടോ? എന്ത് ചോദ്യത്തിന് മറുപടി ഇല്ലേ? നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഈ സംഭവം വിട്ടുവിട്ടാ. കാരണം ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് ഇപ്പോൾ മുണ്ടക്കയില്ല, ചൂരൽമയില്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയില്ല, ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതൊക്കെ വെറും തന്ത്രമാണ്, ഐഡിയ ആണ്. എൻ്റെ പൊന്ന് വി ഡി സതീശൻ സർക്കാരിനോട് എനിക്ക് പറയാനുള്ള ചെറിയൊരു അപേക്ഷ എന്ന് പറയുന്നത്, ഇവരൊക്കെ വളരെ പാവപ്പെട്ട ആളുകളാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ബെക്കാഡി റമ്മൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന 200-ലധികം ഉൽപ്പാദിപ്പിക്കുന്ന ആ പാവപ്പെട്ട ആളുകളൊക്കെ തന്നെ വളരെ പാവപ്പെട്ട ആളുകളാണ്. അവരുടെ കുടുംബം വലിയ പട്ടിണിയിലാണ്, നമുക്കതറിയാം. കാരണം പ്രതിവർഷം കേവലം 43,000 കോടി രൂപയും അതിൻ്റെ 10-11 ഒരു 5,000 കോടി രൂപയിലധികം ലാഭവും മാത്രം കിട്ടുന്ന ഒരു പാവപ്പെട്ട ഫാമിലിയാണ്. അവർ ക്യൂബയിലാണ് ബിസിനസ് തുടങ്ങിയേക്കുന്നത്. പക്ഷെ അവർ സ്പെയിനിലുള്ള ആൾക്കാരാണ്, സ്പെയിനിൽ നിന്ന് വേരുകളുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഫാക്കൻഡോ എൽ ബർക്കാഡി എന്ന് പറയുന്ന ഒരാളാണ് അത് തുടങ്ങിയിട്ടുള്ളത്.
കൂടാതെ ഇവിടുത്തെ ആളും വലിയ കഷ്ടത്തിലാണ്. ഇവിടുത്തെ CEO എന്ന് പറയുന്നത് അദ്ദേഹം, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ട്, മഹേഷ് മാധവനാണ്. ഇവിടെ കേവലം 3570 കോടി രൂപയോളം മാത്രമേ എന്തുള്ളൂ ഇവിടുത്തെ വരുമാനമുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വലിയ പാവപ്പെട്ട ആളുകളാണ്. പിന്നെ ആ പാവപ്പെട്ട ആളുകളുടെ ഫയലുകൾ അതിവേഗം പോയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതിയല്ലോ, ഈ പറയുന്ന പണക്കാരായിട്ടുള്ള മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം നിൽക്കുന്ന ആളുകളുടെ കാര്യമൊക്കെ പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള 15 ലക്ഷം രൂപ മാത്രമാണ് ഉള്ളത്. എൻ്റെ പൊന്ന് സതീശ് സാറേ, ഇതൊക്കെ കുഴപ്പമില്ല. പക്ഷേ മറ്റേ ഒരു സിനിമയിൽ, ആടുതോമയുടെയൊക്കെ സിനിമയിൽ മറ്റേ ഉർവശി കൊണ്ടുപോയിട്ട് ഒരു മാല കൊടുക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന പെങ്ങളായിട്ട് അഭിനയിക്കുന്ന ഒരു നടിക്കൊണ്ടേ മാല കൊടുക്കുന്നുണ്ട്. ആ മാല കൊടുത്തിട്ട് പറയുന്നൊരു വാചകമുണ്ട്, പ്ലീസ് ഞങ്ങളുടെ ഈ പറയുന്ന പോലെ എന്താണ് അപ്പൻ്റെ 51 പവൻ്റെ ഇടക്ക് ഈ പറയുന്ന പോലെ ഇവൻ്റെ ഈ പറയുന്ന പോലെ സ്വർണ്ണമാല മുങ്ങിപ്പോകല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുങ്ങിപ്പോകല്ലേ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ഇത് കേൾക്കുന്ന പെങ്ങള് ഉടനെ തന്നെ ബാക്കിയുള്ള സ്വർണ്ണമെല്ലാം അഴിച്ചു വെച്ചിട്ട് ആങ്ങളെ കൊടുത്തയച്ച് ഈ മാല മാത്രം ഇടുന്നുണ്ട്. ആ മാല മാത്രം ഇടണം എന്നുള്ളത് ഞാൻ VD സതീശനോട് പറയില്ല. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഈ പാവപ്പെട്ട ബെക്കാടി കുടുംബക്കാരുടെയും അതുപോലെ മഹേഷ് മാധവൻ്റെ CEOയുടെയും ഒക്കെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനിടയിൽ ആ പാവം പിടിച്ച സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇട്ടേക്കണ കല്ല് കൂടി മുങ്ങിപ്പോകല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വയനാട് പുനരധിവാസത്തിൻ്റെ. അപ്പോൾ അത് മാത്രമാണ് എൻ്റെ എളിയ അപേക്ഷ. ബാക്കി താങ്കൾ പറഞ്ഞിട്ടല്ല എല്ലാ കാര്യങ്ങളും ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ അതിൽ ഒരു ചോദ്യത്തിന് മാത്രം താങ്കൾ ഉത്തരം തന്നിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ, എന്തിനായിരുന്നു ഇത്ര തിടുക്കപ്പെട്ട് ഈ പറയുന്ന ബക്കാടിക്കാർക്ക് വേണ്ടി ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത്? ഇപ്പോൾ താങ്കൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം കൂടി കേട്ട് എനിക്ക് ചിരി വന്നു പോയി. അതൊക്കെ പുകഴ്ത്താനും ഈ നാട്ടിലെ ആളുകളുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഇത് UDFന് ഞങ്ങൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. UDF തീരുമാനിക്കും. UDF തീരുമാനിച്ചാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽക്കണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഞങ്ങൾ വിൽക്കില്ല എന്നുള്ളതാണ്. പിന്നെ താങ്കളുടെ കൂട്ടത്തിലുള്ള ആളുകളോട് എനിക്ക് ചെറിയൊരു ഉപദേശമുണ്ട്. ഉദാഹരണത്തിന് സ്മൃതി പരുത്തിക്കാട്, അതുപോലെ ഏഷ്യാനെറ്റിലെ കുറേ പേർ, ഇതുപോലെയുള്ള നിരവധി നമ്മുടെ മൗദൂദി ചാനലുകൾ, ഇവർക്കെല്ലാം ഉള്ള ഒരു ക്യാപ്സ്യൂൾ വേണമെങ്കിൽ ഞാൻ നിർമ്മിച്ചു തരാം. അത് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ളൊരു ക്യാപ്സ്യൂളാണ്. അതും കൂടി താങ്കൾ കേൾക്കുക. വേണമെങ്കിൽ അത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ നിർമ്മിക്കാൻ എന്നെ സമീപിച്ചാൽ അത് ഞാൻ നിർമ്മിച്ചു തരാം, ഗംഭീരമായിട്ട് നിർമ്മിച്ചു തരാം. കുറച്ചുകൂടി ലോജിക്കലായ ആളുകൾക്ക് തോന്നും. അല്ലാതെ സ്മൃതിയൊക്കെ ഇരുന്ന് പറയുന്നത് വെറും വിദണ്ഡവാദങ്ങളായിട്ട് ആളുകൾക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതെന്തിന് അനുവദിച്ചു എന്ന് വെച്ചാൽ, വളരെ കൃത്യമായി ജനങ്ങളോട് പറയാം. ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം 20%, 10% ആൽക്കഹോളുള്ള മദ്യം ഇവിടെ വിൽക്കട്ടെ, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ വിൽക്കുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ടാക്സിൽ നിന്ന് വലിയ കുറവൊന്നും ഉണ്ടാവില്ല. ആ കുറവുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ, അവരൊക്കെ വീര്യം കൂടിയ മദ്യം, ഇപ്പോൾ 40-42% വീര്യമുള്ള ഇന്ത്യൻ ലിക്കറും ജോണി വാക്കറും ശിവാശ്രീകളും പോലെയുള്ള വിദേശ മദ്യങ്ങൾ, അവർക്ക് 60% വരെ ആൽക്കഹോളുള്ള മദ്യമാണ്, അവരൊക്കെ ഇവിടെ വിൽക്കും. ആ വിൽപ്പനക്ക് വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല. അവരാരും ഈ താഴേക്ക് പോകില്ല, 20% മദ്യത്തിലേക്ക് പോകില്ല. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് നഷ്ടം സംഭവിക്കുകയുള്ളൂ. പക്ഷേ 20% ആളുകൾ, വേറൊരു വലിയ സെഗ്മെൻറ്റ് ഓഫ് ആളുകൾ കൂടി ഇത് കൂടുതലായിട്ട് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാക്സ് കൂടാൻ സാധ്യതകളുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അമേരിക്കയിലെ ടെക്സാസിലും അതുപോലെ ഷിക്കാഗോയിലും നിരവധി സ്റ്റേറ്റുകളിൽ നടപ്പിലാക്കിയതുപോലെ അവർ പച്ചയായിട്ടുള്ള കാര്യം ആളുകളോട് പറഞ്ഞു. അവിടെ മാരിയുവാന ആളുകൾക്ക് ലീഗലൈസ് ചെയ്തതിന് 2 കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, ഇത് നമുക്ക് എഫിഷ്യൻ്റ്ലി തടയാൻ പറ്റുന്നില്ല. കാരണം $10,000 ഒരാൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് ഒരാളെ പിടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് ഫലപ്രദമായി തടയാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഗവൺമെൻറ് ലീഗലൈസ് ചെയ്യാത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മോശം പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ മോശം പ്രൊഡക്റ്റ് കിട്ടേണ്ട, കൂടാതെ ഒരു ഇല്ലീഗൽ മാർക്കറ്റ് ചെയിൻ എന്ത് ചെയ്യുകയാണ്, രൂപപ്പെടുകയാണ്. അപ്പോൾ അതും ചെയ്യേണ്ട. അതിൽ ക്രിമിനൽസും അതുപോലെയുള്ള ആളുകളൊക്കെ വരും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ കേരള ഗവൺമെൻറ് തന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ ഇപ്പോഴുള്ള മയക്കുമരുന്നിൻ്റെ ഉപഭോഗമൊക്കെ വളരെ കുറയാൻ ഇത് സഹായിക്കും. കാരണം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും ബാക്കിയുള്ള ആളുകളുമൊക്കെ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് മാറുകയും അവർ യഥാർത്ഥത്തിൽ കൂടുതൽ ആളുകളെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ പറയുന്ന രാസലഹരികൾ എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന, അതിലൊക്കെ തന്നെ തെറ്റുണ്ടാ വാക്കിൽ, പക്ഷേ എങ്കിൽ പോലും സാധാരണ വിളിക്കുന്ന ലഹരികളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി എന്നുള്ള നിലക്ക് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഇത് സൗജന്യമാക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ടാക്സ് കുറച്ച് കൊടുത്തുകൊണ്ട് വിൽക്കാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ മറ്റേ 251% ടാക്സും കൂടി സത്യം പറഞ്ഞാൽ കുറച്ച് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരത്തിൽ കുറച്ച് കൊടുത്താൽ കുറച്ചും കൂടി ആളുകൾ എന്ത് ചെയ്യും, നല്ലതാവും.
ഇനി അടുത്തത്, ഇതിൻ്റെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ചാരായം നിരോധിച്ചപ്പോഴും ഒക്കെ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത് ആളുകൾ മറ്റ് ലഹരികളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് കൂടുതൽ അപകടമുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. കൂടാതെ കേരളത്തിലെ ബാറുകളൊക്കെ തന്നെ നിരോധിച്ചപ്പോൾ നമ്മുടെ GDP-യിലേക്ക് സാധാരണ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ടൂറിസം 13.8%. ആ 13.8% എന്നുള്ളത് ഒറ്റയടിക്ക് 6.5%, 7% ഒക്കെ ആയിട്ട് ചുരുങ്ങി. ആ ചുരുങ്ങിയതിൻ്റെ കാരണം ബാറുകൾ ഇല്ലാതായതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബാറുകൾ ഇല്ലാതാക്കൽ എന്ന് പറയുന്ന ഒരു യഥാർത്ഥത്തിൽ കാര്യമല്ല. നമ്മളൊരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആയിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ മാഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും അവിടെ മദ്യം സുലഭമായി കിട്ടുന്നു എന്നുകൊണ്ട് ആളുകൾ മുഴുവൻ കുടിക്കുകയോ അവിടെ തിക്കിത്തിരക്കുണ്ടാവുകയോ ആളുകൾ റോട്ടിൽ കിടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പോളിസി എന്ന് പറയുന്നത് മദ്യം ഇവിടെ സുലഭമാക്കൽ തന്നെയാണ്. അതിൽ വീര്യം കുറഞ്ഞ മദ്യവും നിരവധി സെഗ്മെൻറ്റുകളും ഒക്കെ ഉണ്ടാകട്ടെ. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമെങ്കിൽ, അവർക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ, അവർക്ക് ഇവിടെ കൂടുതലായിട്ട് ആ പ്രൊഡക്റ്റ് വിറ്റുപോകണമെങ്കിൽ ടാക്സ് നമ്മൾ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല, അത് കുറച്ചെങ്കിലും എന്ത് ചെയ്യണം, വെക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആളുകൾ വലിയ മദ്യപിക്കുന്ന ആളുകൾ 42% ആൽക്കഹോൾ മേടിച്ച് ഉപയോഗിക്കുന്ന ആളുകൾ ഇതിലേക്ക് വരുമെങ്കിൽ അവരും കൂടി വന്നോട്ടെ, അപ്പോൾ മദ്യപാനം കുറഞ്ഞോട്ടെ. അതാണ് നല്ല കാര്യം. അല്ലാതെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്രിങ്കിങ് ഉണ്ടായിക്കോട്ടെ. അതിന് പകരം മദ്യമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകൾ ഉടനടി അതിനെ തന്നെ എതിർക്കുകയും അതിനെതിരെ വാളെടുക്കുകയും അതിനൊരു വോട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള കയ്യടി കിട്ടുന്ന പരിപാടികൾക്ക് ഞാനില്ല. ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളത് അങ്ങോട്ട് പറയുക. ഇതെല്ലാം ഉണ്ടെങ്കിൽ കേരളത്തിൽ പബ്ബുകളും ഇതുപോലെ എൻ്റർടൈൻമെൻറ്റ്സും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ IT സെക്ടർ, ബാംഗ്ലൂരിൽ നിന്നൊക്കെ നിരവധി പേര് ഇവിടെ ജോലി കിട്ടിയാൽ വരാത്തത് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം തന്നെ വിപുലമാക്കാനും നമ്മുടെ ടൂറിസം കുറേ കൂടി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഇത് നിരന്തരമായി സഹായിക്കും. അതുകൊണ്ട് ഞാൻ ഈ തീരുമാനമെടുത്തു എന്ന് പറയാനുള്ള ആർജവം VD സതീശൻ കാണിക്കണം. കൂട്ടത്തിൽ ചില മധുരമൊക്കെ ചിലപ്പോൾ കമ്പനികളുടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഇത് നടപ്പിലാക്കേണ്ടത് ഇങ്ങനെയാണ്. നടപ്പിലാക്കിയാലും വിരോധമില്ല. പക്ഷേ ഇത് പറയാനുള്ള സത്യസന്ധത കാണിക്കുന്നതിന് പകരം ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കുറച്ച് എന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രം മറുപടി ഇല്ലാതെ 2018 ഗവൺമെൻറ് ഫിക്സ് ചെയ്ത ടാക്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഗോവിന്ദ മാഷ് ആളുകൾ വന്ന് കണ്ടതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് പൂഴിക്കടകൻ അടിക്കരുത്. ആളുകൾ കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് എന്ത് ചെയ്യരുത്, ഓടിക്കളയരുത്.